ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്. ഇന്നത്തെ വീഡിയോ പറ്റി പറയാൻ ചെയ്യുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ വി ഓൾ ഗോട്ട് റെഡി. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇറങ്ങണം. ഇവിടെ ഇപ്പോൾ 9:30 ആവാൻ പോയിട്ട് 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഇറങ്ങണം. ഞങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കാണ്. സോ ഞങ്ങൾക്ക് 2-3 hours ബിഫോർ ഇറങ്ങണം. പക്ഷേ ഇവിടെ അത്ര ഇതൊന്നുമില്ല. സോ 2 hours മുമ്പ് എത്തിയാലും മതി. So let me take you to our journey today. Not wasting any more minutes, welcome back to my channel. ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടോ. ലഗേജൊക്കെ ഓൾറെഡി താഴെ കൊണ്ടുപോയി. ക്യാബ് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു, ഇഡ്ഡലിയും സാമ്പാറും. ഞങ്ങളതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങണത്. വാവയ്ക്ക് കുറുക്ക് കൊടുത്തു, ഇഡ്ഡലി പാക്ക് ചെയ്തു. കാരണം ഫ്ലൈറ്റ് 1 മണിക്കാണ്. അപ്പോൾ എയർപോർട്ടിന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഞാനും കുട്ടികളും മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം ട്രാവലിംഗ് അലോൺ വിത്ത് ദ കിഡ്സ്. കൃഷി വരുന്നില്ല. അപ്പോൾ ഐ എം ബിറ്റ് ടെൻസ്ഡ്. എനിക്ക് ഈ വീഡിയോ ലോങ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഐ സ്റ്റിൽ കവർ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും. കാരണം 2 കുട്ടികളെ വെച്ച് വ്ളോഗ് ഫുള്ളായിട്ട് എടുക്കാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. ഇവിടെ ഇഫ് യു ആർ നോട്ട് കമ്മിങ് ഓൾസോ നിങ്ങൾക്ക് ചെക്ക് ഇൻ കൗണ്ടർ വരയ്ക്കും വരാം കേട്ടോ. അപ്പോൾ കൃഷി എന്നെ അക്കമ്പനി ചെയ്തു ചെക്ക് ഇൻ കൗണ്ടർ വരേക്കും ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം 2ഉം കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ കൃഷിൻ്റെ ഹെൽപ്പ്. ഇനി എനിക്ക് ഒറ്റയ്ക്ക് പോകണം. ഒരാൾ ഭയങ്കര സാഡാണ് അച്ഛനില്ലാത്ത കാരണം. ഇനി ഞങ്ങൾക്ക് സെക്യൂരിറ്റിക്ക് ചെക്കൊക്കെ കഴിഞ്ഞു. ഒരു മെട്രോ എടുക്കണം ടെർമിനലിൽ വന്ന് ഞങ്ങൾക്ക് മെയിൻ എയർപോർട്ടിലേക്ക് പോവാൻ. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. ഇവിടെ ഗേറ്റ് കാണിച്ചിട്ടില്ല. ഗേറ്റ് കാണിക്കാൻ പറ്റാതെ ഒരാളിവിടെ ഇരിക്കുന്നു. ഒരാൾ ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അജു ഗേറ്റ് കാണിച്ചിട്ടില്ല. ഗേറ്റ് കാണിക്കാൻ ഇനി സമയമുണ്ട്. ഗേറ്റ് കാണിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി. ബട്ട് ഗേറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഗേറ്റ് തന്നവർ. അപ്പോൾ ഞങ്ങൾ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമുണ്ട് തോന്നുന്നു. നല്ല കാലം താൻ കയ്യിലെത്തുന്നു. ഓക്കെ, ഗേറ്റിലെത്തിയിട്ട് കാണാം നമുക്ക്. ഞങ്ങൾ എത്തിയിട്ടോ. ഒരാൾ കിടന്ന് ഉറങ്ങി. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട് പോവാനായിട്ട്. അത് വരയ്ക്കും ചിൽ ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങളുടെ ബോർഡിങ് തുടങ്ങി ഇപ്പോൾ. പക്ഷെ ഭയങ്കര റഷാണ്. ഞാൻ ലാസ്റ്റിൽ കയറാമെന്ന് വിചാരിക്കുന്നത്. അതുവരെയ്ക്കും ഇരിക്കാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കേണ്ടി വരും. സോ കുറച്ച് കഴിഞ്ഞിട്ട് കയറാം നമുക്ക്. എവിടേക്കാ പോണേ? ഉമ്മർകാലിനാണോ? ആളോ ഇറങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ ബോർഡ് ചെയ്തു ഫ്ലൈറ്റ്. ഞാനിപ്പം തന്നെ ടയേർഡായിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ലെറ്റ്സ് സീ. ഇപ്പോൾ ഉറങ്ങാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷയില്ല കേട്ടോ. മോൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര ആശ്വാസം കിട്ടിയേനെ. നോക്കട്ടെ, അവൻ ഉറങ്ങിയ കാരണം ഐ എം നോട്ട് റിയലി ഹോപ്പ്ഫുൾ. അപ്പോൾ ഞങ്ങൾ സൂറത്തിലെത്തി. ഞങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ പ്രയോറിറ്റിയിൽ ഞങ്ങളുടെ ലഗേജ് ആദ്യം വരണം. ഞങ്ങൾ പ്രാം ഇട്ടിരുന്നു. ബട്ട് ലഗേജ് വന്നു, പ്രാം വന്നിട്ടില്ല. അവർ അത് പ്രയോറിറ്റിയിൽ ഇട്ടില്ല. കുറേ സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നമുക്ക് ലഗേജൊക്കെ കിട്ടി, പ്രാമും കിട്ടി. അവരുടെ 2 പേരിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൻ പുഷ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സീ. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാവേനെ വിട്ടിട്ട് ഓടി മാമിൻ്റെ അടുത്തേക്ക്. മമ്മി പപ്പിയും അനിയനാണ് വന്നിരിക്കുന്നത് കൂട്ടാൻ. ജനറലി അവരാ വരാറ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ടൈം ബോംബെയിലാണ് കേട്ടോ ഫ്ലൈറ്റ്. ബോംബെയിലേക്ക് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എപ്പോഴും ഒരു 2.5-3 hours പിടിക്കും കേട്ടോ. അപ്പോൾ എവിടേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു 2.5 hours വേണം. അപ്പോൾ ഇവർ ആരെങ്കിലും ഉണ്ടാവും എപ്പോഴും ഞങ്ങളെ കൂട്ടാൻ വരാൻ. അപ്പോൾ ഇപ്രാവശ്യം ഇവരെ വന്നിരിക്കുന്നത് ഒരു 1/2 hour മുമ്പ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതെ, ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങണം കേട്ടോ. ലഗേജൊക്കെ കയറ്റി പ്രാം കയറുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓൾറെഡി ഈവനിങ് ആയിട്ടുണ്ട്, ഇത്ര സമയം പിടിക്കുന്ന അറിയില്ല ഞങ്ങൾക്ക് എത്താൻ. അപ്പോൾ ഇടയിൽ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടോ, കാരണം കണ്ണൻ ഒന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം, കാരണം വീട് എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. സോ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് റൈസൊക്കെ മേടിച്ചു കഴിച്ചിട്ടുണ്ട് ഇറങ്ങി. അറ്റ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിയിട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞുമാവേനെ കണ്ടോ, ആ കുഞ്ഞുമാവ ഉറങ്ങാണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലേറ്റർ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പോൾ സൂപ്പർ ടയേർഡാണ്. എല്ലാവരെയും മീറ്റ് ചെയ്തു, കുട്ടികൾ ഞാനും മീറ്റ് ചെയ്തു എല്ലാവരെയും. സൂപ്പർ ടയേർഡാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി, ഗുഡ് നൈറ്റ്.